ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈൽ ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെനില എസൻസും കൂടെ ചേർത്തിട്ട് ഹാൻഡ് വിസ്കും കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കുറച്ച് പാല്, തേങ്ങാപ്പാലല്ല കേട്ടോ, പശുമ്പാൽ, കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് വേണം മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് റെഡിയാക്കുമല്ലോ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ പാൽ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് അച്ചപ്പത്തിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റും, അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ചിൽ അത് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടാൻ സഹായിക്കും. അതൊരു ചെറിയ ടിപ്പാണ്. എന്നിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ച് എണ്ണയിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അച്ചപ്പം തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.